സാധാരണ 2000-3000 ഉള്ള ബമ്പറിന് ഇതിനകത്തേക്ക് വരുമ്പോൾ 25,000-30,000 രൂപ വരും. പലരും ഇതൊക്കെ ജിനോ ചേട്ടാ അത് വലിയ ചതിയായി പോയിട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾ കരുതിയില്ല. അതായത് EV യൂസേഴ്സിന് അലോയ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സോ ആ ഒരു ട്യൂണിങ് ലൈഫിൽ ഞാൻ ഏറ്റവും ട്യൂൺ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റിയ വണ്ടി ഏതായിരുന്നു? അതിൻ്റെ ഉള്ള പിന്നെ ഒന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇറങ്ങിക്കണ ഒരു താറും ട്യൂൺ ചെയ്യാൻ പറ്റില്ല. സ്ലാവിയ ട്യൂൺ ചെയ്യാൻ പറ്റില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ത്യയിലെ ഇലക്ട്രിക് കാർസ് ആദ്യ സമയത്ത് വന്നിരുന്ന കുറച്ച് ബ്രാൻഡ്സിൻ്റെ കുറച്ച് മോഡൽസ് ഉണ്ടായിരുന്നു. അതായത് ടാറ്റയുടെ നെക്സൺ EV അല്ലെങ്കിൽ ഹ്യുണ്ടയുടെ കൊനയോ അല്ലെങ്കിൽ MGയുടെ ZS EV ഒക്കെ ആ ഒരു ഗണത്തിൽപ്പെട്ട വണ്ടികളാണ്. അതായത് ഇലക്ട്രിക് കാർസിൻ്റെ ഫസ്റ്റ് ലൈനപ്പിൽ വന്ന ഒരു വണ്ടിയാണ് MGയുടെ ZS EV. അപ്പം ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ സഹിതം കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്നത്തേത്. മെയിൻലി ഇതൊരു ചൈനീസ് ബ്രാൻഡ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നല്ലോ. ആദ്യമേ ആളുകൾ MG എന്ന് കേൾക്കുമ്പോഴേ ചൈനീസ് ബ്രാൻഡ് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റീസെൻ്റ്ലി ഉള്ള പല റിവ്യൂസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, റീസെൻ്റ്ലി ഉള്ള ഒരു റിവ്യൂവിൽ ഒരാൾ പറയുകയും ചെയ്തു, നമുക്ക് ചൈനീസ് ബ്രാൻഡ് അല്ലെങ്കിൽ കൊറിയനൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ലെവലിലേക്ക് എത്തി ഇന്നത്തെ അവസ്ഥ. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ചൈനീസ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു ആളുകൾക്ക്. എന്തായാലും ബേസിക്കലി ഇതൊരു ബ്രിട്ടീഷ് ബ്രാൻഡാണ്, അത് ചൈനീസ് എന്നുള്ളൊരിത് വന്നു. ഇനിയിപ്പോൾ JSW അതിൻ്റെ ഷെയർസ് ടേക്ക് ഓവർ ചെയ്തു. അപ്പം അങ്ങനെ ഒക്കെയാണ് ഇതിൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ. ഏതായാലും റിലയബിൾ ഇലക്ട്രിക് കാർസ് എന്നുള്ളൊരു ഗണത്തിൽ പെടുന്ന വണ്ടികളാണ് MGയുടെ വണ്ടികൾ. അതിപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം MGയുടെ വിൻസർ EV ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെല്ലാവുന്ന ഇലക്ട്രിക് കാർസ്. അതായത് വർഷങ്ങളോളം നെക്സൺ അല്ലെങ്കിൽ ടാറ്റയുടെ EVs ആയിരുന്നു. അത് ഒറ്റയടിക്ക് വണ്ടി ഇറങ്ങിയ അതേ മാസം തന്നെ MGയുടെ വിൻസർ EV കൈക്കലാക്കി. ഇത് കൈക്കലാക്കി തന്നെ നേരത്തെ, പക്ഷേ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ചിട്ടാണ് കൈക്കലാക്കാൻ പറ്റാത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ യൂസറിന് എന്താണ് ഈ വണ്ടിയെപ്പറ്റി തോന്നിയിട്ടുള്ളതെന്നും ഇതിൻ്റെ യൂസറിന് ഒരു സ്പെഷ്യൽ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് കുറച്ച് ട്യൂണിങ് വണ്ടിയുടെ റീമാപ്പിംഗ് കാര്യങ്ങൾ ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. സോ അങ്ങനെ ഒരാൾ ഇലക്ട്രിക് കാറിലേക്ക് എന്തുകൊണ്ട് വന്നു, പെട്ടെന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ തോന്നിയ കുറച്ച് ചേഞ്ചസും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ പ്യുവർ ZS EVയുടെ റിവ്യൂ മാത്രമായിരിക്കില്ല, ഇലക്ട്രിക് കാർസിൻ്റെ പല ഡിസ്കഷൻസും ഈ വീഡിയോയിലുണ്ടാവും. നമ്മൾ വീഡിയോ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആ ഒരു കാറ്റഗറി നോക്കി നിങ്ങൾ വീഡിയോ കാണുക. സോ ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഇതാണ് MG ZS EVയുടെ യൂസർ. വണ്ടിപ്രാന്തന്മാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പലർക്കും ഇത് ആളെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം വണ്ടിപ്രാന്ത് കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ജിനോ ചേട്ടൻ. ചേട്ടാ, വെൽക്കം ടു അവർ ചാനൽ. അതായത് കോഡ് 6ൻ്റെ ഓണർ കൂടിയായിരുന്നു. സോ ജിനോ ചേട്ടാ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും, ഞാൻ പറഞ്ഞത് കൂടാതെ. ഞാൻ കോഡ് 6 എന്ന ഒരു ട്യൂണിങ്, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും ലീഡിങ് ട്യൂണിങ് ഫേമാണ് കോഡ് 6. അപ്പോൾ കോഡ് 6ൻ്റെ ഇതിന് മുമ്പുള്ള പാർട്ട്ണറായിരുന്നു ഞാൻ, കൂടാതെ സാജൻ എന്ന് പറഞ്ഞ പുള്ളി. ഞങ്ങൾ രണ്ടുപേരുമാണ് കോഡ് 6 ഓൺ ചെയ്തിരുന്നത്. കോഡ് 6 ഞാൻ വിട്ടു കുറച്ച് നാളായി. ഒരു 1.5 വർഷം മുമ്പ് കോഡ് 6 കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം ഞാൻ വിട്ടു. ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ, അതുകൂടാതെ സെർവർ അഡ്മിൻ, ഇങ്ങനെയുള്ള നിലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വർക്ക് ഫ്രം ഹോമാണ്. ഓക്കെ, അപ്പം വീട്ടിലുണ്ട് കൂടുതൽ സമയവും, ഇടയ്ക്കുള്ള ട്രാവലുകളായിരിക്കും കൂടുതലും. അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് EV എടുത്തു എന്നുള്ളത് ആദ്യം അറിയണം. അതുകൂടാതെ ZS EVയിലും ഒക്കെ നമുക്ക് വരാം. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഫേമിൽ നിന്ന ആൾ എങ്ങനെ ഇലക്ട്രിക്കിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. ആദ്യമേ ഓട്ടമില്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിലോട്ട് വന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ ഈ കോഡ് 6 ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ടാറ്റ ഹാരിയറും പിന്നെ RS 245 ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് നാളായിട്ടുള്ള ഇപ്പോൾ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ചധികം ഇതിനകത്ത് നിൽക്കായിരുന്നു. അപ്പോൾ ഈ ഇറങ്ങുന്ന സമയം കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ കരുതിയെന്ന് എൻ്റെ ഡെറ്റ് എല്ലാം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാം. എനിക്ക് ഈ വണ്ടികളുടെ ആവശ്യമില്ല ഇപ്പോൾ. എന്ന് വെച്ചാൽ RS ആണെങ്കിലും 3 BHP ഒക്കെ 400 BHP അടുത്തൊക്കെ ട്യൂൺഡായിട്ട് വെച്ചിട്ടുണ്ട്. ബട്ട് ഇത് ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഹാരിയർ ആണെങ്കിൽ ഞങ്ങൾ ഈ ട്യൂണിങ് പർപ്പസിന് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹാരിയറാണ്. കണ്ണൂർ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നത്, ട്രിവാൻഡ്രൊക്കെ എപ്പോഴും പോയിരുന്ന ഹാരിയറാണ്. അത് ഡീസലും കൂടിയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇനിയുള്ള ജോബ് പ്രൊഫൈൽ വർക്ക് ഫ്രം ഹോമാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഒരു കാറിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. പക്ഷേ എനിക്കൊരു അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും പവർ വേണം. കാല് കൊടുത്താൽ വണ്ടി കയറി പോകണം. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇലക്ട്രിക്കാണ് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിന്. എന്ന് വെച്ചാൽ എനിക്ക് ഇൻ സിറ്റി പിന്നെ ജസ്റ്റ് ഒരു കൂടി വന്നാൽ പോയി തൃശ്ശൂർ വരെ ഉള്ള ഓട്ടങ്ങളുള്ളൂ, കോട്ടയം അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാനും ഗ്യാപ്പിൽ കയറ്റാനും എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിന് സൂട്ടാകുന്നത് ഇലക്ട്രിക്കാണ്. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകാൻ. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകാൻ. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത് തുടങ്ങി ഏതെടുക്കണമെന്നുള്ളത്. ഇപ്പോൾ കൂട്ടുകാരെല്ലാം ടാറ്റയുടെ നെക്സണും ഇതൊക്കെ എടുത്തിരിക്കണേ.
പിന്നെ ഞാൻ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പുറത്ത് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ വിൽക്കുന്ന സെയിം മോഡലാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ബഗ്സ് സ്ഥിരം കാണുന്ന പോലെ അതൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പോയതാണ്. അതുകൂടാതെ സിറ്റിയുടെ അകത്ത് ഓടിക്കാൻ പറ്റുന്നൊരു വലിപ്പമാണ്, ഓവർലി വലിയ വലിപ്പവുമല്ല അന്നൊട്ടും ചെറുതുമല്ല എന്നുള്ളൊരു ഇപ്പോൾ വൈഫും ഓടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ്. കാരണം സിറ്റിയുടെ നടുക്ക് താമസിക്കുന്ന കാരണം റോഡ്സ് എല്ലാം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇങ്ങനെ കുത്തിക്കയറ്റി കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു വലിപ്പമാണ് ആപ്റ്റ് എന്ന് കരുതി. ഹാരിയർ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പ്രത്യേകിച്ച് ജംഗ്ഷനിലൊക്കെ വരുമ്പോഴത്തേക്കും ഫുൾ വണ്ടികളൊക്കെ ആയിരിക്കും. ഓൾറെഡി ജംഗ്ഷനിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അതെ അതെ. അപ്പം അങ്ങനെയുള്ളൊരു സെർച്ചിൽ വന്ന് ZS വന്ന് നിന്നതാണ്. അത് റോഷൻ ഒക്കെ എന്നെ കുറിച്ച് പൈലറ്റ് ഓൺ വീൽസ് റോഷനും ഇവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കുന്ന സമയത്ത്. അങ്ങനെ റോഷനും ഉണ്ട് ഈ വണ്ടി. അപ്പോൾ റോഷന്റെ അടുത്ത് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തോട്ട് എത്തിപ്പെട്ടത്. നമ്മൾ ഓരോ സമയത്തും നമ്മുടെ കാറിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് ഓരോ സന്തോഷങ്ങളുണ്ടാവില്ലേ? എൻ്റെ സന്തോഷം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹാപ്പിനെസ്. ശരിക്കും ഇതൊരു കാർ പെർഫ്യൂമാണ്. ബെർഗാമോട്ട് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഇത് കണ്ടു കഴിഞ്ഞാൽ കാർ പെർഫ്യൂമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. നമ്മുടെ നോർമൽ കപ്പ് ഹോൾഡേഴ്സിലും ബോട്ടിൽ ഹോൾഡേഴ്സിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം കാർ പെർഫ്യൂമാണിത്. ഇനി ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. നമ്മൾ കാറിൽ കയറുന്ന സമയത്ത് മാത്രമായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. കാറിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വൈബ്രേഷൻ കൊണ്ട് ഇത് ഓൺ ആകും. ഇതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് ഫ്രാഗ്രൻസ് ഫ്യൂംസ് ആയിട്ട് പുറത്തേക്ക് വരും. നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് അനക്കമൊന്നുമില്ല, അപ്പോൾ ഇത് ഓഫ് ആയിക്കോളും, വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇത് വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള ഹാർഡ് സ്മെല്ലല്ല വരുന്നത്, കാരണം ഫ്യൂംസ് ആണ് വരുന്നത്. അതിൻ്റെ വേറൊരു ഗുണമൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് ബോക്സ് ഒക്കെ, ആൻഡ് ഇതാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന ഫ്രാഗ്രൻസ് ഓയിൽ. ഇതൊരു ഫ്ലോറൽ സ്മെല്ലാണ്. ഇതിൻ്റെ പല ടൈപ്പുള്ള ഫ്രാഗ്രൻസ് ഉണ്ട്. ഇതിൻ്റെ വില ഏകദേശം 800 to 1200 വരെ പല ഫ്രാഗ്രൻസ് ആണ് അവൈലബിൾ ഉള്ളത്. പക്ഷേ പേടിക്കേണ്ട, ഈ ഒരു 100 മില്ലി ലിക്വിഡിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ അതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം 1 മാസത്തോളം ഓടുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്, 1 മാസം മുകളിലായിട്ടുണ്ട്. ആ ഫില്ല് ചെയ്ത് വെച്ച സാധനം ഇതുവരെ തീർന്നില്ല. കാരണം അതാണ് ഫ്യൂംസ് വരുന്നതിൻ്റെ ഗുണം. ആ ഡയറക്റ്റ് ലിക്വിഡ് സ്പ്രേയിങ്ങോ കാര്യങ്ങളോ അല്ല, ഓവറായിട്ട് സ്മെല്ല് വരാത്തതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലായിരിക്കും. നമ്മൾ പ്രീമിയം കാസിലൊക്കെ കയറുമ്പോൾ ഒരു സ്മെല്ല് കിട്ടത്തില്ലേ, ആ ഒരു സ്മെല്ല് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് ഏകദേശം 5000 റേഞ്ചൊക്കെ വരും. പക്ഷേ ആ ഒരു പ്രൈസിന് വാങ്ങിയാൽ നിങ്ങൾക്ക് 1 വർഷത്തേക്ക് ഉള്ള ഓയിലാണ് കിട്ടുന്നത്. 1 വർഷത്തേക്കുള്ള എക്സ്പെൻസാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ്. ഇത് ലൈഫ് ലോങ് ആണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു 800 or 1000 റുപ്പീസ് മുടക്കി ഓരോ വർഷവും റീഫില്ല് മേടിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫോളോവേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് ശരിക്കും പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണണ്ട. ഞാൻ യൂസ് ചെയ്തു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ വണ്ടിയിൽ കയറുന്നവരും ചോദിക്കുന്നുണ്ട് ഏത് ഫ്രാഗ്രൻസ് ആയതെന്ന്, കാരണം നല്ലൊരു പ്രീമിയം സ്മെല്ല് കിട്ടുന്നുണ്ട്. സോ ബെർഗാമോട്ടിൻ്റെ കാർ പെർഫ്യൂംസ് വാങ്ങിക്കാൻ മറക്കരുത്. താഴെ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും വെബ്സൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്ര നാളെ ഇപ്പോൾ എടുത്തിട്ട്? ഞാനിപ്പോൾ ഒരു 1 ഇയറിൽ കൂടുതലായി. 1 ഇയർ. അതെ. ഓക്കെ. അപ്പം വണ്ടി അതൊരു 2018-19 തൊട്ടേ ഇന്ത്യൻ റോഡുകളിൽ അതിന്റെ ഫേസ് ലിഫ്റ്റ് 2020 അടുത്ത് അതിന്റെ ഒരു അപ്പർ വെർഷൻ വന്നു. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല പുറത്തുനിന്ന് കാണുമ്പോൾ, എന്നാലും കുറെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ 2024 അല്ലെ 2023 വണ്ടി എടുക്കുന്ന സമയത്ത് ഇതിനെ കുറച്ചുകൂടെ ഔട്ട്ഡേറ്റഡ് ആയി പോയോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് കാസ് ഒക്കെ വന്നു? മറ്റേ നെക്സൺ ഒക്കെ ആണെങ്കിൽ ഇലുമിനേറ്റഡ് ഇത് വന്നു. അതുപോലെ പല വണ്ടികളും കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് കാസ്. അന്നത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് നെക്സൺ ഫാമിലി ആയിരുന്നു. അത് എന്താ പ്രശ്നം, എൻ്റെ പല കൂട്ടുകാരുടെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം എനിക്ക് പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. അത് കൂടാതെ ഐ ഓൺഡ് എ ടാറ്റ ബിഫോർ ഹാരിയർ. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസുകൾ കൊണ്ട് ഇനി ടാറ്റ ഞാൻ എടുക്കില്ല എന്നുള്ളൊരു ഇത് ഉള്ളിലുണ്ടായിരുന്നു. കാരണം എക്സലൻറ്റ് പ്ലാറ്റ്ഫോം ആയിരുന്നു, എക്സലന്റ് എഞ്ചിൻ, ഏറ്റവും ബെസ്റ്റ് ഗിയർ കോമ്പിനേഷൻ, എല്ലാം കൊണ്ടും നല്ലതാണ്. ഡ്രൈവബിലിറ്റി, ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസം ഓടിക്കുക, വണ്ടി ഇങ്ങനെ പറന്ന് നിൽക്കും. പക്ഷേ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, എപ്പോഴും ഈ തുരുമ്പ. നമ്മൾ ബോണറ്റ് സ്വന്തം വർക്ക്ഷോപ്പിൽ അടിച്ച് നമ്മൾ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് പറക്കി വെക്കുമ്പോൾ ഡോറിൻ്റെ അവിടെ അന്നൊരു കൊമ്പളം വന്നിരിക്കണം. അതുകൂടാതെ സർവീസ് സെൻറ്ററിൻ്റെ സപ്പോർട്ടും ഉണ്ടെങ്കിലും കമ്പനിയുടെ സപ്പോർട്ട് മോശമാണ് സർവീസിന്. പാർട്ട് നമ്പേഴ്സ് കറക്റ്റായിട്ട് കൊടുക്കില്ല, പാർട്സ് കറക്റ്റായിട്ട് അയക്കില്ല. സർവീസ് സെൻറ്റർ നല്ല സർവീസ് സെൻറ്റർ ആയിരുന്നു, ലക്സന്റ് ആയിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ വണ്ടി നല്ലതാണ്, പക്ഷേ ആ ഒരു ചെറിയ ഇത് വരുമ്പോഴേ വണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇഷ്യൂ ഒന്ന് സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ വരുന്ന ഡിലേ, ട്രബിൾ ഷൂട്ട് ചെയ്യാൻ എടുക്കുന്ന ഡിലേ, ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പുണ്ടാക്കും. പിന്നെ ഇത് റസ്റ്റും കൂടി വന്നാൽ പിന്നെ ഡെഫിനറ്റ്ലി സ്ട്രിക്റ്റ് നോ എന്നുള്ളതായി. പലരും ഡീലർഷിപ്പിലാണ് പ്രശ്നം ഉണ്ടാകുക, കാരണം നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അവരോട്. പക്ഷേ ബ്രാൻഡാണ് ശരിക്കും ഇനിഷ്യേറ്റീവ് എടുത്തതൊക്കെ. അതെ, കാരണം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡീലർഷിപ്സിലും എല്ലാവരും പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവർ നമ്മുടെ അടുത്ത് പറയും വി ആർ ഹെൽപ്ലെസ്, കമ്പനി നമുക്ക് സപ്പോർട്ട് തന്നാലല്ലേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് MGയുടെ ഈ ഒരു വണ്ടി മാത്രമേ നല്ലൊരു റിവ്യൂസ് ആയിട്ട് ഇങ്ങനെ മാർക്കറ്റിലുള്ളൂ. ഓക്കെ.
അതാണ് കാരണം. ഓക്കെ, പെട്ടെന്ന് അതിന് മുന്നേ ലാസ്റ്റ് ചോദിക്കേണ്ട ചോദ്യം ഒരു ഇപ്പോഴേ ചോദിക്കുക. MGയുടെ വിൻസ് റിവി ഇറങ്ങിയല്ലോ, ഇതെടുത്തിട്ട് 1 വർഷം ആകുന്നതിന് മുന്നേ അത് ഇറങ്ങി. അപ്പോൾ അതായിരുന്നു ബെറ്റർ എന്ന് തോന്നിയോ അതിന്റെ ഡെഫിനറ്റ്ലി. ബട്ട് അതിനകത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ബാറ്ററി പാക്ക് കൂടിയ വേർഷൻ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുള്ളായിരുന്നു. അതിനും വരാൻ കുറച്ച് മാസം കൂടെ എടുക്കും. 50 കിലോ. അല്ലെങ്കിൽ ആ വണ്ടി ഒരു നല്ലൊരു ബൈ ആണ്. ആ ഒരു പ്രൈസ് പോയിന്റ് കൂടാതെ ഫീച്ചേഴ്സ് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതെ, അപ്പോൾ അത് നോക്കുമ്പോൾ വിൻസർ ഡെഫിനറ്റ്ലി എ ഗുഡ് ബൈ. ഡിസൈൻ വൈസ് അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രണ്ടിലെ ഡിസൈൻ എങ്ങനെ? എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോഴും കണ്ടുകൊണ്ട് എനിക്കും നല്ലൊരു സൈസ്, മീൻസ് ജയന്റ് സൈസ് ആണ്. ആൾക്കാർ ഇപ്പൊ മഹീന്ദ്ര വന്നിട്ട് ഇപ്പൊ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പോ ഒരു 3 മാസം കഴിയുമ്പോൾ ചോദിക്കും ആൾക്കാർ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ട് നമുക്കത് ഇഷ്ടപ്പെടാതെ കണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അതാണ് എന്തൊരു റാഡിക്കൽ ഡിസൈൻ ചേഞ്ച് വന്നാലും ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും. അതെ, കോമറ്റീവ് ആണ് എക്സാമ്പിൾ. അതെ, കോമറ്റ് എന്തോരാ എന്റെ എത്ര ഫ്രണ്ട്സ് വാങ്ങിയിട്ടുണ്ടെന്ന് അറിയൂ. സത്യം എനിക്കും കീപ്പ് ചെയ്യാൻ മീൻസ് ചുമ്മാ വാങ്ങിച്ചിടണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഭയങ്കര ക്യൂട്ട്, ഭയങ്കര മീൻസ് എനിക്ക് യൂസ് ചെയ്യാൻ കിട്ടിയപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. സിറ്റിയിലൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര നല്ലതായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, അതൊക്കെയാണ് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. ഇനിയും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതായത് ട്യൂണിങ് ആയിരുന്നു മെയിൻ. ട്യൂണിങ് ആയിരുന്നു ലൈഫ് ഇത്ര നാള്. പല വണ്ടികളെയും പല വണ്ടി പ്രാന്തന്മാരുടെയും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ആള് ഇലക്ട്രിക്കിലോട്ട് പോയപ്പോ പലരും പരാതി പറഞ്ഞു കാണും. പലരും ഞാൻ ഇറങ്ങിയാലും മിക്ക കസ്റ്റമേഴ്സിനും അറിയില്ല. പക്ഷെ പഴയ മെയിൻ നമ്പർ യൂട്യൂബ് ഇന്റർവ്യൂസിലെ കൊടുത്ത മെയിൻ നമ്പർ എൻ്റെ അടുത്ത് തന്നെ, അതെന്റെ പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ പലരും ഇതൊക്കെ ജിനോ ചേട്ടാ അത് വലിയ ചതിയായി പോയിട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾ കരുതിയില്ല എന്നൊക്കെ ഉള്ള സംസാരങ്ങളാണ് ആൾക്കാർ കൂടുതലും. അത് എല്ലാവരും പെട്രോൾ ഹെഡ്സ് എന്ന് വെച്ചാൽ ഈ VRS ഇതൊക്കെ ഓടിച്ചിട്ട് എടുക്കുമ്പോഴേ അപ്പോൾ അവർ കരുതണ നമ്മൾ ഇനി പെട്രോൾ തന്നെ. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ബട്ട് ഐ എം വെരി ഹാപ്പി. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ ഇപ്പോഴത്തെ ലൈഫിൽ, ആ ഒരു നേരത്തെ ഡ്രൈവിംഗ് പാറ്റേണും ഇപ്പോഴത്തെ ഡ്രൈവിംഗ് പാറ്റേണിലും എങ്ങനെ അഫക്ട് ചെയ്യുന്നു? അതിനെ ഡ്രൈവിംഗ് പാറ്റേൺ എൻ്റെ കുറേ ഡിസിപ്ലിൻഡ് ആയി. ഇപ്പോൾ മറ്റേന്ന് വെച്ചാൽ അഞ്ഞ് കാല് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ശ്രദ്ധിച്ച് ഇപ്പൊ മാക്സിമം കിലോമീറ്റർ പെർ കിലോ വാട്ട് കിട്ടുന്ന രീതിയിലാണ് ഓടിക്കുന്നത്. അഗ്രസീവായിട്ട് തന്നെ ഓടിക്കുന്നത്. ബട്ട് അതനുസരിച്ച് കാല് കൊടുത്തപ്പോൾ തന്നെ എടുക്കും, പിന്നെ ഫെദറേറ്റ് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ എനിക്ക് പഴയ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ വെകിളി പിടിച്ചിട്ടുള്ള ടൈപ്പ് ഓടിക്കലൊന്നുമില്ല, കുറവാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല പവറിന്റെ കാര്യത്തിൽ. അപ്പോൾ കോഡ് 6-ലായിരുന്നു ഇത്രയും വർഷം. അപ്പോൾ കുറേ ട്യൂണിങ് ബ്രാൻഡ്സുമായിട്ടൊക്കെ പരിചയം എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം ഏത് ട്യൂണിങ് ബ്രാൻഡാണ് ജിനോ ചേട്ടൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ധാരാളം കോൾസ് വരുന്നത്, മെസ്സേജ് വരുന്നത് എനിക്കത്. ഞാനിപ്പോൾ അതിൻ്റെ ഭാഗമില്ലെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഫ്രാങ്കായിട്ടുള്ള ഒപ്പീനിയൻ ചോദിച്ച് എനിക്ക് വരാറുണ്ട്. ഞാൻ എപ്പോഴും എനിക്ക് എല്ലായിടത്തും സജസ്റ്റ് ചെയ്യാനുള്ളത് കുറേ നാളായിട്ട് മാർക്കറ്റിലുള്ള ബ്രാൻഡുകളിലോട്ട് പോവുക, വിസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കോഡ് 6 അല്ലാത്ത ഒരു ബ്രാൻഡുകൾ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വെനം സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ധാരാളം വണ്ടികൾ അവർ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഐ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ ട്യൂണോട്രോണിക്സ്. കാരണം ഇത്ര ഞങ്ങൾ തുടങ്ങുന്ന സമയം പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ ഡ്രാഗ് ഇവൻസിലും വന്ന് കപ്പടിച്ചിട്ട് പോകും, ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട്. പിന്നെ അവരുടെ ട്യൂൺസൊക്കെ വളരെ നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ ഓവർലി പവേർഡ് ഒന്നുമല്ല, പക്ഷേ ആൾക്കാർക്ക് അത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വിദേശ കാറുകൾക്കൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വിദേശ പെർഫോമൻസ് കാറുകളൊക്കെ ഉണ്ടാവുമല്ലോ. ജർമ്മൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? ജർമ്മൻസ് തന്നെ BMW ഇപ്പോൾ 340i അതുപോലൊക്കെ ആണെങ്കിൽ എനിക്ക് കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹാർമോണിക്സ് ആണ്. ഹാർമോണിക്സ് ആണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ട്യൂണിക്സ്. ഈ ഇന്ത്യൻ കാഴ്സ് കോഡ് 6-ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗീവ് പവർ ടു കോമൺ പീപ്പിൾ. ചെറിയ കാറിൽ നടക്കുന്നവർക്ക് വരെ ഓടിക്കാൻ കംഫർട്ട് കൊടുക്കുക, അവർക്ക് മൈലേജ് കൊടുക്കുക, അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ. അതായിരുന്നു ഒരു വോളിയം. അതിപ്പോഴും ആ ഒരു സെഗ്മെന്റ്. ഞങ്ങൾ വന്നപ്പം ഞാനൊരു ജിംനിയിൽ വന്നു. അപ്പം വന്നപ്പോഴേ ജിംനിയിലെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. 150 bhp ടെർബോ ഒക്കെ കയറ്റിയ ജിംനി ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ സംസാരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഡ്രാഗ് റേസ് ഇവന്റ്സിനാണ് കൂടുതൽ കപ്പടിച്ച ബ്രാൻഡ്സിന്റെ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു ബ്രൂം ഡ്രാഗ് ഇവന്റ് നാളെ മറ്റന്നാളായിട്ട് നടക്കുന്നത് ബാംഗ്ലൂരിൽ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇത്രയും നാളത്തെ ഒരു ട്യൂണിങ് പരിചയമുള്ള ആള് ഒരു ഓൺ ട്യൂണിങ് ബ്രാൻഡ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല? ആ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ അതിന് അധികം ലൈഫില്ല ഇനി അങ്ങോട്ട്. കാരണം എന്താ വെച്ചാൽ പുതിയ വരുന്ന കാറുകളുടെ ലീസും എല്ലാം ലോക്ക്ഡൗൺ. ഈ ട്യൂണിങ് ചെയ്യുന്ന പ്രോസസ്സിൽ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഈ ട്യൂണിങ് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്, CMD, എലിയൻ ടെക് എന്നൊക്കെ പറഞ്ഞ്. ഇവർ ഈ ECUലുള്ള ഫേംവെയറിലെ ഒരു എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിച്ചിട്ട് അതുവഴിയാണ് ഈ ഫേംവെയർ റൈറ്റും റീഡും റൈറ്റും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കുന്നത്. അതല്ല ഇപ്പോൾ പാച്ച് ചെയ്യാൻ പറ്റിയ പുതിയ ടൈപ്പ് ECUs ആണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ട്യൂൺ ചെയ്തു ഷോറൂമിൽ പോകുമ്പോൾ അവരത് ഓവർ റേറ്റ് ചെയ്യും, പിന്നെ ട്യൂൺ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ. ഇപ്പോൾ പുതിയ താറ് ആദ്യത്തെ ഒരു ഘട്ടത്തിലുള്ള താറ് ഡീസൽ മാത്രമേ ട്യൂണബിൾ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇറങ്ങിക്കണ ഒരു താറും ട്യൂൺ ചെയ്യാൻ പറ്റില്ല. സ്ലാവിയ ട്യൂൺ ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ട്യൂണബിൾ അല്ല. ഈ ടെക്നോളജി മാറുന്നതനുസരിച്ച് ഇപ്പോൾ അവരിപ്പോൾ ഈ ട്യൂണിങ് ചെയ്യാതിരിക്കാനുള്ള വഴികളാണ് കമ്പനികൾ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ അത് കൂടാതെ അപ്പോൾ അത് അങ്ങനെ വന്നപ്പോഴത്തേക്കും ട്യൂണിങ് എക്യുപ്മെന്റ് വെൻഡേഴ്സ് ഉണ്ട്. അവർക്ക് ഇപ്പം അധികം ഈ സാധനങ്ങളൊന്നും വിറ്റ് പോകുന്നില്ല. അപ്പോൾ അവരത് R&D ഒക്കെ കുറച്ചു. അപ്പോൾ നേരത്തെ 5 ലക്ഷം വാങ്ങിയിരിക്കുന്ന ടൂൾസ് ഇപ്പോൾ 2.5 ലക്ഷം രൂപ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. അതിൻ്റെ അർത്ഥം അവരും അത് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ട്യൂണിങ് ഫീൽഡ് താഴോട്ട് പോകുന്നത്. ലിമിറ്റഡ് ആയി മീൻസ് അതിൻ്റെ ഒരു ലൈഫില്ല ഇനി അങ്ങോട്ട്. ധാരാളം ഇപ്പോൾ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ കാണാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങോട്ടൊരു ഫ്യൂച്ചറില്ല. അതുകൊണ്ടൊരു ലിവിങ് ഉണ്ടാക്കാന്നുള്ളൊരു ആർക്കെങ്കിലും സ്വപ്നം ഉണ്ടെങ്കിൽ നടക്കില്ല. കാരണം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വരില്ല. ഈ ടൂള് വാങ്ങി 5 ലക്ഷം 6 ലക്ഷം ടൂള് വാങ്ങിയാൽ ട്യൂണ് വരണമല്ലോ. ആൾക്കാർ ഒരു വണ്ടി കയ്യിൽ കൊണ്ടുവന്ന് ഇന്ന് ട്യൂൺ ചെയ്തോന്ന് പറയുമ്പോൾ അവർക്ക് ആ കോൺഫിഡൻസും കാര്യങ്ങളും വേണം. അത് ബ്രാൻഡിൽ ട്രസ്റ്റ് വേണം. അപ്പോൾ അത് ഉണ്ടാക്കണമെങ്കിൽ ധാരാളം വണ്ടികൾ ഓൺ റോഡ് വേണം. അത്രയും വണ്ടികൾ റോഡിലില്ല. പോരാതെ ഒരു ന്യൂസ് റീസെന്റ് വന്നിരുന്നു 2035 ജർമ്മനിയിൽ പെട്രോൾ ആൻഡ് ഡീസൽ കാർസ് ബാൻ ചെയ്യാൻ പോകുന്നു. അതായത് വിൽപ്പന ബാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ഇന്നുവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അത് ഗ്ലോബലി എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. ഇപ്പോൾ ഹൈഡ്രജൻ സെല്ലും ടൊയോട്ട വരെ ഇപ്പോൾ ഹൈബ്രിഡ് ആണല്ലോ കൂടുതലും. യൂറോപ്പ് ജർമ്മനി എന്നൊക്കെ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം. ഓക്കെ, ഇനി പ്യൂർലി സെഡ സി വിയിലേക്ക് വരികയാണ്. സോ സെഡ സി വിയുടെ റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത് 460, 480 എന്തോ ആണ്. ആ റേഞ്ച് എത്ര റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ട്? 340, 350 വരെയൊക്കെ ശ്രദ്ധിച്ച് ഓടിച്ചാൽ കിട്ടും. ശ്രദ്ധിച്ച് ഓടിച്ചാൽ അത്രയും വരുള്ളൂ. സിറ്റി യൂസ് ആയതുകൊണ്ട് എൻ്റെ ഡ്രൈവും കൂടി ഉണ്ട്. കാരണം എനിക്കിപ്പോൾ 10 കിലോവാട്ടിൻ്റെ സോളാറാണ് ഉള്ളത്. ഞാനൊരു കഴിഞ്ഞ 5 മാസമായിട്ട് ഞാൻ എവിടെയെങ്കിലും ചാർജ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. പുറത്ത് നിന്ന് ചാർജ് ചെയ്യില്ല. അല്ല ഹോം ചാർജിങ് 7.2 കിലോവാട്ടിൻ്റെ സീറോ കോസ്റ്റ്. മറ്റേന്ന് വെച്ചാൽ RS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂൽ അടിച്ചൊന്ന് കാലം ഓട്ടുമ്പോഴത്തേക്കും ടാങ്ക് പെട്രോൾ അപ്പം തന്നെ തീരും. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കുത്തിയിട്ടാൽ മതി. എങ്ങനെ വേണേൽ ഓടിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ച് ഒരു കൺസേൺ ഇല്ലായിരുന്നോ? ഒരു 350 കിട്ടുന്നത്? ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ വാങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ EV കൊണ്ടൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 200 രൂപക്കൊക്കെ ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ടോപ്പ് അപ്പ് ചെയ്ത്. അപ്പോൾ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് എനിക്കൊരു ഫീൽ ചെയ്തു. അത് അങ്ങനെ തന്നെ നമുക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പലരും ചാർജിങ് ടൈമിൻ്റെ കാര്യം പറയാറുണ്ട്. 1 അവർ ചാർജിങ് ടൈം ഒക്കെ 2 hours ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതായത് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്കൊരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കിട്ടും. അപ്പോൾ 10 മിനിറ്റ് ചാർജ് ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. അത്ര ഹറിയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഡിസ്റ്റൻസ് അത്രേ ഉള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ പുറത്ത് പോയി ചാർജ് ചെയ്യാറുണ്ടോ മാക്സിമം, അതോ വീട്ടിൽ തന്നെയാണ് കൂടുതലും? ഞാൻ വീട് പണിത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയ പിന്നെ ഇങ്ങോട്ടാണ് കൂടുതലും. സോളാർ വെച്ച പിന്നെ കംപ്ലീറ്റ് ഇവിടെ തന്നെ. അപ്പം എത്ര ടൈം എടുക്കുന്നുണ്ട് ചാർജ് ചെയ്യാൻ? 7.2 കിലോവാട്ട് എനിക്ക് കൊണ്ട് ഒരു 5 hours ഒക്കെ എടുക്കുമായിരിക്കും ഫുൾ ചാർജ്. 5 hours മതി. ഓക്കെ, എന്നുവെച്ചാൽ പകൽ ഓഫ് പീക്ക് ടൈമിലാണ് കുത്തിയിടണം. ഞാൻ വെയിൽ വന്ന് പ്രൊഡക്ഷൻ തുടങ്ങി ആ സമയത്തൊക്കെ ഞാൻ കുത്തി അങ്ങിടും. ഒരു 10 മണിക്ക് കുത്തിയിട്ട് കഴിഞ്ഞാൽ 2 മണി 3 മണി ആകുമ്പോഴത്തേക്കും 100% ആയിട്ടുണ്ടാവും. ശരി. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ലോങ് പോയിട്ടില്ല, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ലോങ് ആയിട്ട് ട്രിവാൻഡ്രം, പിന്നെ കാലിക്കറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഡ്രൈവ്. ഓക്കെ, ചില ദിവസങ്ങളിൽ ഇപ്പോൾ പിള്ളേർക്കൊക്കെ പരീക്ഷ ചെയ്യുന്ന സമയത്ത് സൺഡേസൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. രാവിലെ വണ്ടി എടുത്ത് കാലിക്കറ്റ് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അത് പ്രത്യേക ഒരു അനുഭവം ആയിരിക്കും. കാരണം 10,000 സ്പെൻഡ് ചെയ്തിരുന്നിടത്ത് സീറോ എക്സ്പെൻസ് ആയപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഉണ്ട്. ഓക്കെ, ഇപ്പം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഒരു 13,500 അടുത്ത് റേഞ്ച്. അപ്പോൾ സർവീസിന് കൊണ്ടായത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കാണും. 2 പ്രാവശ്യം 5,000 റേഞ്ചിലല്ലേ കൊണ്ടുപോണ്ടേ? ആണ് 5,000 10,000 ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഫ്രണ്ടാണ് സർവീസ് ഹെഡ് ഇവിടുത്തെ രാകേഷ്. പണ്ട് ഫോർട്ടിലുണ്ടായിരുന്ന പുള്ളി. രാകേഷ് ഇവിടെ വന്ന ആള് ഒന്ന് എടുപ്പിച്ചു കൊണ്ടുപോയിക്കോളൂ. പെട്ടെന്ന് തീർന്നോളൂ. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം ചെക്കപ്സ് അല്ലേ ഉള്ളൂ. കൂളൻ ടോപ്പ് അപ്പ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ മാത്രം. എത്ര കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു? 450-500 അങ്ങോട്ടും കൊടുത്തായിട്ട് എൻ്റെ ഓർമ്മ. അത് ശരി. ഓക്കെ, അത് ലോങ് ടേമിൽ യൂസ് ചെയ്ത സെഡസിവിയുടെ ഓണേഴ്സുമായിട്ട് പരിചയമുണ്ടോ? അവർക്ക് ലോങ് ടേമിൽ ഞാനിങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. 2,000-3,000 ഒക്കെ കോസ്റ്റ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ അങ്ങനെ കോസ്റ്റിനെ കുറിച്ച് അധികം സംസാരിക്കണമെന്നല്ല. ഞാൻ അറിഞ്ഞത് രാകേഷ് വഴിയൊക്കെ അറിഞ്ഞത് ഈ ബമ്പേഴ്സിനും മിറേഴ്സിനൊക്കെ ഭയങ്കര കോസ്റ്റാണ്. സാധാരണ 2,000-3,000 ഉള്ള ബമ്പറിന് ഇതിനകത്തേക്ക് വരുമ്പോൾ 25,000-30,000 രൂപ വരും. കാരണം ഇവർക്ക് ഷോറൂമിന് ഇതിനധികം സർവീസ് കോസ്റ്റ് ഇല്ലാത്ത കാരണം പ്രോഫിറ്റ് ഇല്ല. ഇവർ ഈ പാർട്സിനാണ് ഇവര് കൂടുതൽ മാർജിൻ കയറ്റി വെച്ചിരിക്കുന്നത്. അതെ, ആദ്യം ഇനിഷ്യൽ ആ ഒരു കിട്ടുന്ന ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർക്ക്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തതിൽ ഇലക്ട്രിക് കാർസ് അല്ലെങ്കിൽ MG ZSEVയുടെ നെഗറ്റീവായിട്ട് എന്തൊക്കെ തോന്നിയിട്ടുള്ളത്? എനിക്ക് ഇതിനകത്ത് ആയ കാണുന്ന ബോഡി റോള് മാത്രമേ ഉള്ളൂ.
ഉണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ബോഡി റോളാണ്. അത് ഹാരിയറിനെക്കാട്ടിലുണ്ടോ അതോ അത്രയും തന്നെ? ഹാരിയർ എനിക്ക് ബോഡി റോളേ ഫീൽ ചെയ്യില്ല. ഹാരിയർ പ്ലാന്റഡ് ആണ് ഹൈ സ്പീഡിൽ 160 170 നിന്ന് കഴിഞ്ഞാലും നമ്മൾ പ്ലാൻ ഇത് നമുക്ക് പേടി തോന്നും. പിന്നെ കോർണറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോകും. അത് ശരി. ഹാരിയർ അങ്ങനെയല്ല. സെഡാന്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഈ ലാൻഡ് റോവറിന്റെ ഒക്കെ ഒരു കുറച്ച് ഡിസൈൻ എലമെന്റ് വരുന്നുണ്ടല്ലോ സസ്പെൻഷനിലും ചേസസിലൊക്കെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇതാണ് ഇതിനുള്ളത്. ഇത് ഞാൻ സസ്പെൻഷൻ അപ്ഗ്രേഡ് വരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ. അങ്ങനെ EV വണ്ടികൾ അപ്ഗ്രേഡ് ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് പ്രശ്നങ്ങളൊന്നും? സസ്പെൻഷൻ അപ്ഗ്രേഡ് കുഴപ്പമുണ്ടാവില്ല. ഇതിന് മുമ്പുള്ള മോഡൽ, ഫസ്റ്റ് ഇറങ്ങിയ മോഡലിന് UK ബിൽസീൻ സസ്പെൻഷൻ ഉണ്ട്. അപ്പൊ ഈ മോഡലിന് അത് സൂട്ടാവുമെന്ന് അറിയില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ വരുത്തിക്കുമായിരുന്നു ഞാൻ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ കുറച്ച് വെയിറ്റ് ആൻഡ് വാച്ച് നോക്കിയിട്ട് പഠിച്ചിട്ട് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ മീൻസ് അലോയ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെയാണ് ഞാൻ ചോദിച്ചത്. പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി വാങ്ങുന്നതിന് മുമ്പ് RS ഒക്കെ വാങ്ങുന്നതിന് മുമ്പ് അലോയ് വാങ്ങി വെച്ചിരിക്കുകയാണ്. 3 ഇഞ്ചിന്റെ അലോയ് മേടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിനു മുമ്പുള്ള എല്ലാ വണ്ടികളിലും അലോയ്ക്ക് ചേഞ്ച് ചെയ്തിരുന്നു. ഇതിന് ഒന്നാമത് മൈലേജിനെ ബാധിക്കും. പിന്നെ ടോട്ടലി ഒരു ഇതിന് മുമ്പുള്ള സിസ്റ്റത്തിന് നേരെ അഗെയിൻസ്റ്റാണ് ഞാനിപ്പോൾ. അത്ര ഒരു കാർപ്രാന്തനല്ലേ ഇപ്പോൾ. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. ഇപ്പൊ അലോയ്സ് ഒന്നും മാറ്റാറില്ല, സ്റ്റോക്ക് ടയറാണ്. അതായത് EV യൂസേഴ്സിന് അലോയ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അലോയ്സ് ചേഞ്ച് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, നല്ല റേഞ്ച് ഡിഫറൻസ് വരും. പക്ഷേ ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ള പല അലോയുടെ സെൻട്രൽ ബോർ കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ എല്ലാവരും അലോയ് വാങ്ങി ഇടുന്നുണ്ട്. അപ്പൊ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള അലോയ് കിട്ടുന്നതിന് കുഴപ്പമുണ്ടല്ലോ. കുറച്ച് ലൈറ്റ് വെയിറ്റർ അലോയ് ആണെങ്കിൽ നല്ലതാണ്. പക്ഷെ ടയറിന്റെ വിട്ട് കൂട്ടരുത്, ഗ്രിപ്പ് കൂടും. റോളിംഗ് ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഡെഫിനറ്റ്ലി മൈലേജ് കുറയും. ഇനി വണ്ടിയുടെ മറ്റ് കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് ചോദിക്കാം. ഓക്കെ. Today's weather is clouds and sun, 34.4 degrees Celsius in Kochi. സോ ഇന്റീരിയർ അകത്ത് ഒരു ചൈനീസ് ബ്രാൻഡാണ് എന്നാണ് പറയുന്നത്, അല്ലേ? അതെ, ചൈനീസ് ബ്രാൻഡ് ആണല്ലോ ഡെഫിനറ്റ്ലി. അതെ, അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ചൈനീസ് ബ്രാൻഡ്സിലെ വണ്ടിയാണോ നല്ലത് അതോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചൈനീസ്നെസ്സിനകത്തില്ല. ഇപ്പൊ അത്യാവശ്യം പെർഫോറേറ്റഡ് ലെതറും ഒരു അത്യാവശ്യം ഫോക്സ് വാഗന്റെ എലമെന്റ്സും മെഴ്സഡീസിന്റെ കുറച്ച് എലമെന്റ്സ് എല്ലാം പൊക്കിയിട്ടുണ്ട് ഇവര്. അത് കാരണം ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ആക്സെപ്റ്റബിൾ ആണ്. മെഴ്സഡീസിന്റെ ഇപ്പം AC വെൻസ് പറയാം, ഫോക്സ് വാഗനിൽ എന്തൊക്കെയായിരിക്കും? സ്റ്റിയറിംഗ് പൊക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെയൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ VRS എന്ന് വേണമെങ്കിൽ എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാരണം റെഡ് സ്റ്റിച്ച് പിന്നെ ഇതെല്ലാം അങ്ങനെ ഫീൽ ചെയ്യണം. പിന്നെ എനിക്കിനകത്ത് മിസ്സിംഗ് അല്ല, ചൈനീസ് ആയ സ്ഥിതിക്ക് ഇതിന്റെ ക്ലസ്റ്ററൊക്കെ ഒന്ന് ഗ്രാഫിക്സ് ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുന്നതായിരുന്നെങ്കിൽ നല്ലായിരുന്നു. അഡീഷണൽ ഇൻഫോർമേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇത് മോശമല്ല എങ്കിലും കുറച്ച് ഓൾഡ് സ്കൂൾ മീൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. പിന്നെ സ്വിച്ചസ് ഒക്കെ കുഴപ്പമില്ല, ക്വാളിറ്റി. എനിക്ക് സ്വിച്ചസ് എനിക്ക് ഫോക്സ് വാഗൻ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വൺ ടച്ച് ഓപ്പൺ മാത്രം ഉണ്ടല്ലേ എല്ലാ വിൻഡോസും? വൺ ടച്ച് ഓപ്പൺ ആയിരിക്കും, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. വൺ ടച്ച് അത് ഫോക്സ് വാഗൻ പോളോയ്ക്കൊക്കെ ശേഷം പിന്നെ നമുക്ക് വിൻസ് റിവ്യൂല് മാത്രമേ ഉള്ളൂ, ഇതിനുണ്ട് അല്ലേ? പിന്നെ ഡിസ്പ്ലേയുടെ ആ ഒരു റിഫ്രഷ് റേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ്ഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റക്ക് ഒക്കെ എനിക്ക് അങ്ങനെ ഒരു ബഗ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് കാർ പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹാരിയറിൽ ഒന്നും വർക്ക് ചെയ്യില്ലായിരുന്നു. ഹരിയർ എപ്പോഴും പ്രശ്നമായിരുന്നു. ഹരിയർ എപ്പോഴും അവിടെ കൊണ്ടുപോകും, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് തരും. അത്യാവശ്യം വല്ലോടത്ത് നമ്മൾ മാപ്പ് നോക്കി പോകുമ്പോഴായിരിക്കും ഈ സാധനം ഡിസ്കണക്ട് ചെയ്തത്, പിന്നെ വർക്ക് ചെയ്യില്ല. പിന്നെ നമ്മൾ ഹാർഡ് റീസെറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുള്ളൂ. ഇതങ്ങനെയല്ല, ആദ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിംഗ് മോഡലിന് തൊട്ട് മുകളിൽ ആ ഒരു റേഞ്ച് വരുന്ന മോഡലാണ്. അതിൽ പോലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, നല്ലൊരു ഇൻഫർടൈൻമെന്റ്, നല്ല സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓപ്ഷൻസ് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത്യാവശ്യമുള്ള എല്ലാ ഒരു യൂസറിന് വേണ്ടുന്ന എല്ലാ ഈ പ്രൈസ് ബ്രാക്കറ്റിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അത് ക്വാളിറ്റി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഹാപ്പിയാണ്. വണ്ടിയിൽ ഹാപ്പി അല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഹാപ്പി അല്ലാത്തതായിട്ടുള്ളത് എനിക്ക് ഈ ക്ലസ്റ്ററിന്റെ ഒരു മെയിൻ സംഭവം എനിക്ക് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഇൻഫർമേഷൻ അധികം ആഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്ക്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഈ പിയാനോ ബ്ലാക്ക് ഈ സാധനം ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈസിലി സ്ക്രാച്ച് വരും. അപ്പൊ അതൊക്കെ ഒന്നൊരു മാറ്റ് ഫിനിഷ് കുറച്ചും കൂടി ഒരു പ്രീമിയം ഒരു ഇത് വരുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് വണ്ടി എടുത്ത ഈ കളറിൽ മാത്രമേ ഉള്ളൂ, ഞാൻ ഇത് പെട്ടെന്നാണ് എടുത്തത്. അപ്പൊ എനിക്ക് അതിന്റെ ഗ്രീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു.
പിന്നെ ഗ്രീൻ കളർ വന്നിട്ടുണ്ടായിരുന്നു. ഡാർക്ക് മറ്റേ ഫോറസ്റ്റ് ഒരു ഒലീവ് ഫോറസ്റ്റ് ആ ഒരു ഇതായിട്ടുള്ളത് കാണാൻ ഭയങ്കര രസമായിരുന്നു. അധികമില്ല. പിന്നെ അല്ലെങ്കിൽ സിൽവർ. ഇത് പക്ഷെ ഇത് പെട്ടെന്ന് എടുത്ത കാരണം വൈറ്റ് ഞാൻ ഇനി വണ്ടി എടുക്കാമല്ലോ എന്നുള്ളതിനകത്ത് ഞാൻ പിന്നെ തൽക്കാലം വിട്ടത്. ഓക്കെ, ആ ഒരു കളർ മറ്റേത് മതിയായിരുന്നു. ബ്ലാക്ക് ഒക്കെ എടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ബ്ലാക്ക് എനിക്ക് എല്ലാം അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആദ്യത്തെ സ്കോഡ ഒക്ടാവിയ 1.8 ബ്ലാക്ക് ആയിരുന്നു, VRS ബ്ലാക്ക് ആയിരുന്നു. കാരണം ബ്ലാക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ഏകദേശം ഒരു ധാരണ ഉണ്ട് എനിക്ക്. ബ്ലാക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഒരു ഫൈനർ സ്ക്രാച്ചസ് എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് അതിനകത്ത് വന്നോണ്ടിരിക്കും, എത്രയൊക്കെ നമ്മൾ കോട്ടിങ് എന്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും. PPF ചെയ്യുന്നതിനെ പറ്റി എന്താണ് ഒരു പൊതുവെയുള്ള അഭിപ്രായം? PPF എത്ര വില കൂടിയ PPF ഇട്ടാലും എനിക്ക് തോന്നുന്നു ഒരു 3-4 years കഴിയുമ്പോൾ ചെറിയ രീതിയിൽ യെല്ലോയിങ് എന്തായാലും വരും. PPF ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ലുക്ക് വന്ന ഞാൻ കണ്ടിട്ടുണ്ട് പല വണ്ടികളിൽ. ഒട്ടിച്ചതിന്റെ അല്ല, നമ്മുടെ നാച്ചുറൽ ആ ഒരു പെയിന്റ് ഫിനിഷ് ഉണ്ടല്ലോ ഓട്ടോമോട്ടീവ്, ആ പെയിന്റ് ഫിനിഷ് എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പഴയ സ്കോഡയിലും അത്യാവശ്യം ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം വലിച്ചു കളഞ്ഞു. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പതിയെ പൊളിഞ്ഞൊരു എഡ്ജ് പൊളിഞ്ഞു നിൽക്കും. എങ്ങനെ കുട്ടിച്ചാലും അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ നന്നായിട്ട് ഇതിനെക്കാട്ട് ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ വണ്ടിയിലെ യാത്രാസുഖത്തിന്റെ കാര്യം നമ്മൾ ചോദിച്ചില്ല അധികം. റിയർ സീറ്റിൽ ഇരിക്കുന്നവര് മറ്റേ ബോഡി റോളിങ്ങിന്റെ കാര്യം പറഞ്ഞു. അത് റിയർ സീറ്റിൽ നല്ലതായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? നല്ലതായിട്ട്. ഈവൻ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നാൽ തന്നെ നമുക്ക് അനുഭവപ്പെടും. കോണസ് ഒക്കെ എടുക്കുമ്പോൾ. ഓക്കെ, സ്പീഡ് എത്ര സ്പീഡ്? നല്ല സ്പീഡിൽ കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ല, കോൺഫിഡൻസ് ഇല്ല. 130-140 ഒക്കെ മേളില് കോൺഫിഡൻസ് ഇല്ല. 140 മോഡൽ കേട്ടോ. അല്ല, നേരത്തെ ഹാരിയറില് ഞങ്ങള് ബാംഗ്ലൂരൊക്കെ 160-170 180 ടച്ച് ചെയ്ത് നിർത്തുമായിരുന്നു. കോൺഫിഡന്റ് ആണ്. നല്ല വെയിറ്റ് ആണ്. അറിയില്ല നമ്മളൊരു 90-100 പോകുന്നൊരു ഫീൽ ഉള്ളൂ. അതാണ് ഹാരിയറിന്റെ പ്രത്യേകത. ഇത് നമ്മൾ അത്യാവശ്യം ഒന്ന് അഗ്രസീവായിട്ട് ഡ്രൈവിൽ കയറ്റി. പക്ഷെ അങ്ങനെ കൊടുക്കാനുള്ള ഇത് എനിക്ക് അവസരങ്ങൾ വളരെ കുറവുള്ളൂ. കാരണം ഞാൻ ഈ എറണാകുളം റൂറലിൽ കിടന്നല്ലോ കൂടുതലും. അതാണ്. ഒരു ബാംഗ്ലൂർ പോകാനൊക്കെ ആണെങ്കിൽ ഇത് ധൈര്യമായിട്ട് എടുത്ത് പോകാൻ തോന്നുന്നു. ധൈര്യമായിട്ട് എടുത്ത് പോവാം. ചാർജിങ് ഒന്നും വലിയ ചലഞ്ചായിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് കഴിഞ്ഞ മാസം പൂനെ വരെ പോകണമെന്ന് ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് ആയതാണ്. ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ട് ചാർജിങ് സ്റ്റേഷൻ, എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയൊക്കെ വെച്ചിട്ട്. പക്ഷെ അപ്പോഴത്തേക്കും എൻ്റെ ഒരു നീസിന്റെ ഹെൽത്ത് പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ പിന്നെ ഡ്രോപ്പ് ചെയ്ത് അതിന്റെ ആവശ്യം വന്നില്ല. 2000 കിലോമീറ്റർ ഉണ്ടോ? 2000 മേലുണ്ട്. ഓക്കെ, അതും പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പം അത് പോണെങ്കിൽ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒരു സജഷൻ പറയാണ്, എന്തൊക്കെ പറയാനുണ്ട് ഒരു ഇലക്ട്രിക് കാറിന്റെ ഒരു ഫ്യൂച്ചർ? ഇപ്പം എത്രയൊക്കെ ടൈപ്പ് ഇലക്ട്രിക് കാർസ് ആണ്? മാരുതി വരെ ഇലക്ട്രിക് കാർ ഇറക്കി, വിറ്റാര ഇറക്കി, എല്ലാ ബ്രാൻഡ്സും എന്തായാലും കൊണ്ടുവരും. അപ്പം അതിന്റെ ഒരു ഫ്യൂച്ചർ ആൾക്കാർക്ക് കൊടുക്കാനുള്ള സജഷൻ എന്തെങ്കിലും ഉണ്ടോ? മഹീന്ദ്രയുടെ പുതിയ ട്വിൻസ് ഏറ്റവും ബെസ്റ്റ് വണ്ടി. പക്ഷെ എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, മഹീന്ദ്രയുടെ ഏത് വണ്ടി ഇറങ്ങിയാലും 1 year വെയിറ്റ് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ. ഈവൻ XUV 700 ആയാലും ഒരു 1 yearൽ ഒരു പക്ക പെർഫെക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വേർഷൻ വന്നത് സോഫ്റ്റ്വെയർ ബഗ്ഗുകൾ ഉണ്ടാവില്ല, ധാരാളം ഇഷ്യൂസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ആഫ്റ്റർ 1 year. ആദ്യം എടുക്കുന്നത് ആണ് എൻ്റെ ഒരു സജഷൻ. ഞാൻ എടുക്കില്ല. എനിക്ക് ഈ സമയത്ത് ഇപ്പൊ ഈ വിലക്ക് ഇത് കിട്ടില്ല, ഞാൻ ഇത് എടുക്കുള്ളൂ. ഞാൻ ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇതിന് എത്രയായിരുന്നു ഓൺ റോഡ് ആയത്? എനിക്കത് 21 ആയില്ല. ഓഫർ വന്ന സമയത്തായിരുന്നു. എനിക്ക് അതിന് മുന്നേ 25-24 പ്രൈസ് അത്രയും കയറിയത് കൊണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ ഇത് നെക്സണെ കടത്തി വെട്ടിയിരുന്നേനെയും. അല്ല, കടത്തി വെട്ടില്ല, എന്നാലും ഒരു റേഞ്ചിൽ എത്തിയേനെ എത്താനുള്ള കേപ്പബിലിറ്റി ഉള്ള. പക്ഷെ അന്ന് ആറ്റോ 3 വില കുറവുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ എടുത്തേനാട്ടോ. എനിക്ക് BYD പ്രൊഡക്റ്റ് ഓൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ റീസെന്റ് ആണല്ലോ ഡൈനാമിക് വേരിയന്റ്, അതും 30 lakhs അത്രയും പ്രൈസ് വരുന്നുണ്ട്. ഇത് രണ്ടും ഈ സൈഡിലാണോ? രണ്ടും ഈ സൈഡിലാണ്. ഇത് ക്രൂസ് കൺട്രോൾ സ്റ്റോക്ക്. ആദ്യമായിട്ടാണ് ഞാനൊരു വണ്ടിയിൽ ഇത് ഇങ്ങനെ ഒരു സാധനം ഓൺ ചെയ്യണം. ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും. എൻ്റെ ഇതെന്താ വെച്ചാൽ ഞാൻ അധികം സാധനങ്ങൾ നോക്കിയൊന്നുമില്ല. എനിക്ക് വണ്ടിയിട്ട് ചവിട്ടും, ആക്സിലേറ്റർ ചവിട്ടുക എന്നുള്ള മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഇത്. പിന്നെ കോർണർ എടുക്കുക, യൂ ടേൺ ഒക്കെ ഫുൾ പൊളിച്ച് പറ്റുമെങ്കിൽ 100 വന്ന് എടുക്കുക. ഇപ്പൊ ഈ മഹീന്ദ്ര റിയർ വീൽ അല്ലേ? അതെ, രണ്ടും റിയർ വീല. ഇനിയിപ്പോ ഹാരിയർ EV വരുന്നല്ലോ, 4 വീൽ. ഹാരിയർ ഞാൻ വിശ്വസിക്കണില്ല. പിന്നെ ഇപ്പോഴും മാർക്കറ്റിലുള്ള പല ഇലക്ട്രിക് കാർസും ചിലത് ലീനിയർ പവർ ആയിരിക്കും. ഇപ്പോൾ ആറ്റോ 3 ഒക്കെ കുറച്ച് ലീനിയർ പവറാണ്, ചിലതിന് ഭയങ്കര അഗ്രസീവ് ആണ്. ഇപ്പോൾ ZSEV അഗ്രസീവ് ആണ് പവർ കുറച്ച്.
കറക്റ്റ് ഡ്രൈവിങ് കുറച്ച് അഗ്രസീവാണ്, ചില വണ്ടി ഭയങ്കര ലീനിയറാണ്. അപ്പം ആ ഒരു പവറിന്റെ ഒരു അതിനോടുള്ള ഇഷ്ടവും അത് എന്താ വെച്ചാൽ ആദ്യം ഞാൻ i20 ഒരു 5 സ്പീഡ് എനിക്ക് ഉണ്ടായിരുന്നു. പീറ്റ്സ് ബോക്സ് വെച്ചിരിക്കുന്നത്, ഇഞ്ചക്ഷൻ മോഡൽ ബോക്സ്. അതിന്റെ ഒരു ടോർക്ക് ഫീൽ ഉണ്ട്, അത് അന്ന് പോലെ അഡിക്റ്റഡാ. അപ്പൊ അത് കാരണം പിന്നീട് അങ്ങ് വന്നപ്പോഴത്തേക്കും പിന്നെ അങ്ങനെയാണ് എന്റെ എല്ലാ വണ്ടികളൊക്കെ ട്യൂൺ ചെയ്യാൻ താല്പര്യപ്പെട്ടതും കാര്യങ്ങളും. എനിക്ക് എപ്പോഴും ടോർക്ക് വേണം. ഫസ്റ്റ് i20യിലാണ്. അതെ, ഞാൻ ഗൾഫിലായിരുന്നു അതിന് മുമ്പ്. വന്നിട്ട് എടുത്തത് i20 ആദ്യം ഇറങ്ങിയ 5 സ്പീഡ് 1.5 CRDI വണ്ടിയാണ്. ആ 5 സ്പീഡ് ബോഷിന്റെ ECU ഒക്കെ ആയിരുന്നു, നല്ലായിരുന്നു, നല്ല പവർ ആയിരുന്നു. അപ്പൊ അതിന് ഈ ബോക്സും കൂടെ വെച്ചപ്പോഴാണ് അതൊരു പൂർണ്ണത കിട്ടിയത്. വലിച്ച് പറിച്ചിങ്ങ് പോവായിരുന്നു. അത് പിന്നെ അന്ന് പോലെ അഡിക്റ്റഡ് ആയതാ. പിന്നെ എനിക്ക് ഇപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ ആരെങ്കിലൊക്കെ വണ്ടി ഇപ്പൊ ഒന്ന് എല്ലായിടത്തൊക്കെ പോകണമെങ്കിൽ ഓടിക്കാൻ ഞാൻ ഓടിക്കില്ല. കാരണം എനിക്ക് ഇത്രയും ടോർക്ക്, ഇത്ര പവർ എനിക്ക് വേണം, ഇത്ര തന്നെ വേണം മിനിമം. ഇല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ്. എന്നാലും പവറിന്റെ അത്രയും മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല, അതിൽ നിന്ന് മാറി എന്നൊക്കെ പറഞ്ഞാലോ. അതെ, പവർ ആക്ച്വലി ഇത് 175 പോരാ എന്നുള്ളതാണ്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മഹീന്ദ്ര ഒരു ഓപ്ഷൻ ഞാൻ ആദ്യമേ പറയുന്നത്. അത് കൂടാതെ വേറെ ഏത് ബ്രാൻഡ്സിലോട്ട് അല്ലെങ്കിൽ ഏത് വോൾവോന്റെ XC40 എനിക്ക് ഇഷ്ടമാണ്. 400 അല്ലേ, 400 BHP. ഞാൻ പിന്നെ അത് വാങ്ങാത്തെന്താ വെച്ചാല് എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല, പർപ്പസ് ഇല്ല. അത്യാവശ്യം വൈഫിന് ഓടിക്കണം, എനിക്ക് അത്യാവശ്യം അവരോടൊക്കെ പോകണമെങ്കിൽ യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതിനുള്ള ക്വാളിറ്റിയും ഉള്ള വേണ്ടിയ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പൊ പിന്നീട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു വണ്ടിയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇഷ്ടമുള്ള വണ്ടി. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുകയാണ്, ഇപ്പൊ കോഡ് 6 വന്നതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ഗൾഫിലായിരുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ നിന്ന് അതൊക്കെ നിർത്തി നാട്ടിലൊരു പെർഫോമൻസ് അപ്ഗ്രേഡ്സിന്റെ ഒരു ബിസിനസ് അല്ലെങ്കിൽ റൺ ചെയ്യണമെന്ന് താല്പര്യം തോന്നുന്നതിന്റെ ഒരു ചെറിയ രീതിയിലൊന്ന് സ്റ്റോറി പറയാം. ഞാൻ ഈ വണ്ടി നേരത്തെ നല്ല ടോർക്കുള്ളൊരു വണ്ടി യൂസ് ചെയ്ത കാരണം പിന്നെ എല്ലാ എന്റെ വണ്ടികൾക്കും ടോർക്ക് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സാജനൊക്കെ പരിചയപ്പെട്ട് ട്യൂൺ ചെയ്തു. അങ്ങനെ സാജൻ അങ്ങനെ ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ പോലെ എനിക്കത് ഓഫർ ചെയ്തു, ഞാനത് എടുത്തു. പിന്നെ എനിക്ക് ഇതിനകത്ത് കുറെ അധികം മൈൽ സ്റ്റോണുകൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ സാം കുര്യനാണ് ഈ ബ്രാൻഡ് വലുതാകാൻ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. സാം ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലുപരി സാം എന്നെ ഒരു ഓഫ് റോഡ് കമ്മ്യൂണിറ്റി ആയിട്ട് പരിചയപ്പെടുത്തി. കോട്ടയം മുതൽ ഓൾ കേരള എല്ലാ സ്ഥലത്തും ഈവന്റൊക്കെ പോകുമ്പോൾ സാം എന്നെ കൊണ്ടുപോകും, ഞാൻ നാവിഗേറ്റർ ആയിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ പരിചയപ്പെടുത്തി. അപ്പൊ അങ്ങനെ ആണ് ഈ ബ്രാൻഡ് ആക്ച്വലി പെട്ടെന്ന്. അത് കൂടാതെ ഒരു സൈഡിൽ കൂടെ എക്കോ സ്പോർട്ട് ഗ്രൂപ്പ്, എക്കോസ്പോർട്ട് ഞങ്ങൾ ധാരാളം ട്യൂൺ ചെയ്യുന്നുണ്ട്. ഞങ്ങളത് പല സോഫ്റ്റ്വെയർ ഫേംവെയറുകളൊക്കെ നോക്കി, പവറുള്ള ഏതാണ് സോഫ്റ്റ്വെയർ വേർഷൻ ഒക്കെ നോക്കി, അങ്ങനത്തെ കുറെ വർക്ക് ഉണ്ട്. ഞങ്ങളുടെ പല വർക്കുകൾ അങ്ങനെ ട്യൂൺ ഉണ്ടാക്കാൻ വേണ്ടി. റീസെന്റ് ഒരു ചെയ്ത രാഹുൽ രാഹുലിന്റെ ചെയ്ത് വീഡിയോ ഇട്ടായിരുന്നു. സോ അതിനകത്ത് ട്യൂൺ മാപ്പ് ആദ്യം വേറെ ട്രൈ ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഓവർ പവർ ആയിരുന്നു, പിന്നെ അത് മാറ്റിയിട്ട് വേറെ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതിൽ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ, എക്കോസ്പോർട്ട് ചെയ്യാൻ പറ്റിയ വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ കോട്ടയത്ത് നിന്ന് സാം കൂടാതെ ഇപ്പൊ ഗിരീഷ് ജീപ്പർ ഷെഫ് വേറെ പുള്ളിയൊക്കെ ഏത് വണ്ടി വാങ്ങിയാലും നമ്മുടെ ചെയ്തിട്ടേ പോകുള്ളൂ. അത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ജിംനിയുടെ ഫസ്റ്റ് യൂസർ എക്സ്പീരിയൻസ്. പിന്നെ ഈ അതിനകത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നാളിങ്ങനെ കമ്പനി ഇങ്ങനെ വലുതായി വന്നപ്പോഴത്തേക്ക് പിന്നെ രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നു, രാഹുൽ മേനൻ എന്ന് പറഞ്ഞ്. പുള്ളി മീഡിയ ഇതൊക്കെ നോക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു ഗ്രോത്ത് അപ്പോഴാണ് പിന്നെ ഉണ്ടായത്. ഞങ്ങള് മീഡിയ സ്പെസിഫിക് ആയിട്ട് ലോഗോയും കാര്യങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങി. പിന്നെ അതുകൂടാതെ നല്ല രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി ട്യൂൺ ചെയ്യാൻ തുടങ്ങി. ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്തു. എല്ലാം ഞങ്ങളുടെ എഫേർട്ടാണ്. ഗോവ, ഡൽഹി, ഇതെല്ലാം ബാംഗ്ലൂർ അതിന് മുമ്പ് ഉണ്ട്. പക്ഷെ കോഡ് 6 ബ്രാൻഡ് വിസിബിൾ ആയത് കൊച്ചിയിൽ നിന്നാണ്. പിന്നെ അവസാനം ഞാൻ ഇറങ്ങുന്നവരെ എനിക്കുള്ള സപ്പോർട്ട് ഉണ്ടായത് നിഖിൽ വർഗീസ് ഉണ്ട്, കില്ലർ ബുള്ള്, നിഖിൽ വർഗീസ്, അതുള്, പിന്നെ കുര്യാച്ചൻ, സജില്, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഞാൻ ഇറങ്ങുന്ന സമയം വരെ അവർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ 1.6 എന്നെ റാലി കാർ ഞങ്ങൾ ട്യൂണർ റൺ ചെയ്യണം. അത് സ്റ്റോക്ക് ECU മറ്റെല്ലാം സ്റ്റാൻഡ് ലോൺ ECU ട്യൂൺ ചെയ്യണം 1.6. ഞങ്ങൾ സ്റ്റോക്ക് ECU തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെപ്പിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കേട്ടോ, അവരെപ്പോഴും വിളിക്കും. ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കായിരുന്നു കുറെ നാള്. ഇപ്പൊ എന്ന് വെച്ചാല് ഈ കൂടുതൽ വണ്ടികൾ പുതിയ വരുന്നുണ്ട്, കൂടുതൽ വർക്ക് ചെയ്യണം. ഇപ്പൊ ഡൈനോ സാജൻ ഇവിടെ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡൈനോ ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കുറെ നാളായിട്ട് എനിക്ക് വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല, കാരണം ഞാൻ ഭയങ്കര ബിസിയാ വർക്കില്, രാവിലും രാത്രിയും പകലും തിരക്കിലാണ്. സോ ആ ഒരു ട്യൂണിങ് ലൈഫിൽ ഇതുവരെ ഏറ്റവും ട്യൂൺ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റിയ വണ്ടി ഏതായിരുന്നു?
ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടത് 1.5 TDI ഫോക്സ് വാഗന്റെ പോളോയില്. അതിന്റെ അത്രയും സുഖം, അതിന്റെ അത്ര സാറ്റിസ്ഫാക്ഷൻ വേറൊരു വണ്ടിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ അതിനകത്ത് ഫാസ്റ്റസ്റ്റ് കാറിന്റെ ഇതെല്ലാം ഡ്രാഗിലെല്ലാം പൂനെന്നൊക്കെ അടിച്ചിട്ടുള്ള, ഫസ്റ്റ് ഒക്കെ അടിച്ചിട്ടുള്ള. അതിന്റെ വീഡിയോ നമ്മൾ ടോം ബ്രോയുടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ വീക്കെൻഡ്സിൽ ഞാൻ ടോമിനൊക്കെ കാണാൻ പോകും. ചുമ്മാ ഫുൾ ചാർജ് ആയിരിക്കുമല്ലോ വണ്ടി. ഇപ്പൊ രാവിലെ വെറുതെ പുത്തൻവേലിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര സീനിക് ആയിട്ടുള്ള സ്ഥലമാണ്. ടോമിനൊക്കെ പോയി കാണും ഞായറാഴ്ചകളിൽ, കറങ്ങിയൊക്കെ വരും. ടൈമുള്ളപ്പോ ആ കമ്മ്യൂണിറ്റി ഒന്ന് ഇതാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ദർവേഷ് എന്നൊക്കെ പറഞ്ഞ്. അവരൊക്കെ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരിക്കും. വണ്ടിപ്രാന്ത് എന്ന് പറയുന്നത് വലിയൊരു ഇതാണല്ലേ, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കണക്ട് ആവുന്നത് വരെ. അതെ. പക്ഷെ ഇപ്പോഴത്തെ വണ്ടികളായിട്ടൊക്കെ വലിയതായിട്ട് അപ്ഡേറ്റഡ് അല്ല ഞാൻ. ഏതൊക്കെ ട്യൂൺസ് ഉണ്ട്, ഏതൊക്കെ നല്ലതൊന്നും നോക്കാറില്ല. ഓക്കെ. ഏതായാലും അതൊക്കെയായിരുന്നു നമുക്ക് അറിയേണ്ടിയിരുന്നത്, ഒരു ട്യൂണിങ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളെ പറ്റിയും ആ ഒരാൾ ഇലക്ട്രിക്കിലേക്ക് വന്നതിന്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയും എല്ലാം നമ്മൾ ചോദിച്ചു. പവറിന്റെ കാര്യത്തിലോ ബാക്കി കാര്യങ്ങളിലോ ഒന്നും പ്രശ്നം ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നാണ് യൂസറിന് പറയാനുള്ളത്. താങ്ക് യു ജിനോ ചേട്ടാ, വളരെ നന്ദി. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ്, യൂസർ EV വെഹിക്കിളിനെ പറ്റിയും പൊതുവെയുള്ള കാര്യങ്ങളെ പറ്റിയും ഡിസ്കസ് ചെയ്തതിന് വളരെ നന്ദി. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസസും സ്പെഷ്യൽ കഥകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും പുതിയ കിടിലൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.